ഭാരതീയ ആത്മീയ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഋഗ്വേദം. ഋഗ്വേദം എന്നുള്ള പേരിന് കാരണം തന്നെ ഋക്കുകൾ അടങ്ങിയ വേദം എന്നുള്ളത് കൊണ്ടാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. ഋക്ക് എന്ന് പറഞ്ഞാൽ മന്ത്രം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. സ്തുതിഗീതം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. സ്തുതിഗീതം അല്ലെങ്കിൽ മന്ത്രം എന്നൊക്കെയാണ് ഋക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം. ഋക്കുകളോട് കൂടിയ വേദമാണ് ഋഗ്വേദം. അങ്ങനെ ഋഗ്വേദത്തിൽ 10548 അങ്ങനെയുള്ള ഋക്കുകളുണ്ട്. ഇവയെ 1028 സൂക്തങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഈ സൂക്തങ്ങളെ തന്നെ 10 മണ്ഡലങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. അതായത് ഋഗ്വേദം 10 മണ്ഡലങ്ങളുള്ളതാണ്. ആ ഓരോ മണ്ഡലത്തിലും വിവിധ എണ്ണം സൂക്തങ്ങളുണ്ട്. എല്ലാ സൂക്തങ്ങളോടും കൂട്ടിക്കഴിഞ്ഞാൽ 1028 എണ്ണമാണ് കിട്ടുന്നത്. എല്ലാ മന്ത്രങ്ങളുടെയും എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 10548 എണ്ണമുണ്ട്. ഇത് ഞാൻ ഈ ഒരു ഋഗ്വേദ പാഠത്തിൽ നിന്ന് കണക്ക് കൂട്ടിയെടുത്തതാണ്. മറ്റ് ചിലർ ചെറിയൊരു വ്യത്യാസം, ഒരു 52 10548 ഓരോ 52 അങ്ങനെയൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ വന്നു. ഇനി ഋഗ്വേദം എഴുതപ്പെട്ടിട്ടെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണെന്നേ നമുക്ക് പറഞ്ഞുകൂടും. ക്രിസ്തുവിനും എന്തായാലും ഒരു 2000 വർഷത്തിന് മുമ്പാണെന്നാണ് പാശ്ചാത്യരായിട്ടുള്ള ആൾക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അതൊക്കെ വെറും ഊഹങ്ങളാണ്. അതിനൊന്നും ആധികാരികമായിട്ടുള്ള ഒരു കണ്ടെത്താനുള്ള കോപ്പുകളില്ല. ഏതെങ്കിലും ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇതൊന്നും കണക്ക് കൂട്ടിരിക്കുന്നത്. വേറെ ഏതെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് ഊഹിച്ചെടുക്കുന്നതാണ്. ഇതൊന്നുമല്ല, അതിനേക്കാൾ വളരെ പഴയതായിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ പാണിനിയുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ക്രിസ്തുവിന് മുമ്പ് 1000 വർഷങ്ങൾക്ക്, അതും ഇതുപോലെ എല്ലാം ഈ ഭാരതീയമായിട്ടുള്ള എല്ലാ പുരാതന ഗ്രന്ഥങ്ങളുടെയും കാലം കണക്കാക്കിയിരിക്കുന്ന എല്ലാം ഊഹങ്ങളാണ്. അതിനൊന്നും ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒരു തീരുമാനമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഋഗ്വേദം ഉണ്ടായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴമയുള്ള പൗരാണികത്വമുള്ള ഒരു സംസ്കാരമാണ് ഇവിടെ, ഒരു ജനതയാണ് ഇവിടെ നിലനിന്നിരുന്നത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഋഗ്വേദത്തിൽ ഇതുപോലെ 10 മണ്ഡലങ്ങളിലായി 10548 മന്ത്രങ്ങളുണ്ട്. അവയെ ഋക്ക് എന്നാണ് ഓരോന്നിനെയും പറയുന്നത്. 1028 സൂക്തങ്ങളായിട്ടാണ് ഇവയെ വിഭജിച്ചിട്ടുള്ളത്. ഇനി ഇതിലെന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്? ഇത് സ്തുതിഗീതങ്ങളാണ്. നേരത്തെ പറഞ്ഞു ഋക്ക് എന്ന് പറഞ്ഞാൽ സ്തുതിഗീതങ്ങളാണ്. എന്തിനെ പറ്റിയുള്ള സ്തുതിഗീതങ്ങളാണ്? അത് പ്രപഞ്ചശക്തികളെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങളാണ്. അഗ്നി, വരുണൻ, പിന്നെ അതുപോലെ തന്നെ സൂര്യൻ, അതുപോലെ തന്നെ വിഷ്ണു, ഇന്ദ്രൻ, ഇതിനെയൊക്കെ പറ്റിയുള്ള ഒരു സ്തുതിഗീതങ്ങളാണ് ഇതിനകത്തുള്ളത്. എന്തിനാണ് ഇവരെയൊക്കെ സ്തുതിക്കുന്നത്? അതായത് ഇവരെ സ്തുതിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ പ്രകൃതി ശക്തികളുടെ പിന്നിലുള്ള ദേവതകളാണെന്ന് സങ്കല്പിച്ചാണ് സ്തുതിക്കുന്നത്. ദേവതകളെ, ഈ പ്രകൃതി പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള ദേവതകളെ സ്തുതിച്ചാൽ ആ പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ കുറയുമെന്നും നമുക്ക് ഗുണമുണ്ടാകുമെന്നും ഒക്കെയുള്ള വിശ്വാസം കൊണ്ടാണ് അവർ ഈ സ്തുതിഗീതങ്ങൾ ആദ്യകാലത്ത് എഴുതിയിട്ടുള്ളത്. പിന്നീടാണ് ഇതൊരു തത്വദർശനത്തിലേക്ക് പോകുന്നതും ഉപനിഷത്ത് വരെയുള്ള അതിൻ്റെ പാരമ്യത്തിലെത്തുന്നതും. ഈ കാര്യം, അതായത് ആദ്യത്തെ ഋക്ക് അല്ലെങ്കിൽ ആദ്യത്തെ സൂക്തം എന്ന് പറയുന്നത് 10 മണ്ഡലങ്ങളിൽ 1-ാം മണ്ഡലത്തിലെ ആദ്യം സൂക്തം എന്ന് പറയുന്നത് അഗ്നിയെ പുകഴ്ത്തിക്കൊണ്ടുള്ളതാണ്. അഗ്നിയിലാണ് തുടക്കം. അത് ഓരോ സൂക്തത്തിനും അത് എഴുതിയ ഒരു ഋഷിയുടെ പേരുണ്ടാവും. അത് ഏത് ദേവതയ്ക്കാണ് സമർപ്പിച്ചിരിക്കുന്നതെന്ന് അതിനകത്ത് കാണും. അതുപോലെ തന്നെ അത് ഏത് വൃത്തത്തിൽ, സംസ്കൃത വൃത്തത്തിൽ ഏതിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ ഓരോ സൂക്തത്തിൻ്റെയും തലപ്പത്ത്, അതായത് ഹെഡിങ് ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഈ ആദ്യത്തെ സൂക്തം എഴുതിയത് അല്ലെങ്കിൽ അത് കണ്ടെത്തിയത് മധുച്ഛന്ദസ്
അല്ലെങ്കിൽ മധുചന്ദ എന്നും പറയും. മധുഛന്ദസ് എന്ന ഋഷിയാണ്. അദ്ദേഹം വിശ്വാമിത്ര മുനി, ആ വിശ്വാമിത്രന് 101 മക്കളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ 101 മക്കളിൽ 51ാമത്തെ പുത്രനാണ് മധുഛന്ദ. ആ മധുഛന്ദസാണ് ഈ ആദ്യ സൂക്തം എഴുതിയിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. 9 മന്ത്രങ്ങളാണ് അതിനകത്തുള്ളത്. അതിൽ അഗ്നിയെ പുകഴ്ത്തുകയാണ്. അത് തുടക്കം നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. അഗ്നിം ഈളേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്വിജം ഹോതാരം രത്നധാതമം. അതാണ് ആദ്യത്തെ മന്ത്രം. അഗ്നിമീളെ, ഞാൻ അഗ്നിയെ ആരാധിക്കുന്നു. അതാണ് ഇതിനകത്തുള്ളത്. ഞാൻ അഗ്നിയെ ആരാധിക്കുന്നു. അഗ്നിമീളെ പുരോഹിതനാണ്. അത് പുരോഹിതൻ്റെ ജോലി എന്താണ്? ദേവന്മാരെ ആകർഷിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. ദേവന്മാരുടെ പ്രസാദം ഉണ്ടാകുന്നതിന് വേണ്ടി ദേവന്മാരിലേക്ക് ഞങ്ങളെ എത്തിക്കുക, അല്ലെങ്കിൽ ദേവന്മാരെ ഞങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ അത് ചെയ്യുന്ന ആളാണ് അഗ്നി. അപ്പോൾ അഗ്നി ഉണ്ടെങ്കിൽ, അഗ്നി പ്രസാദിച്ചാൽ ഞങ്ങൾക്ക് ദേവന്മാരുടെ സമീപത്തെത്താം, അല്ലെങ്കിൽ ദേവന്മാരുടെ പ്രസാദം ഞങ്ങൾക്ക് അഗ്നി വഴി ലഭിക്കും. അഗ്നി ഇങ്ങനെ ജ്വലിച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ആ അഗ്നി കൊണ്ടുവരുന്നത് ദേവന്മാരെയൊക്കെ കൊണ്ടുവരും. ഇത് അങ്ങനെ പോകുന്നു ആ പുകഴ്ത്തൽ. 9 മന്ത്രങ്ങളാണ് അതിലുള്ളത്. അതുപോലെ അവസാനത്തെ മന്ത്രം, അതായത് 10ാം മണ്ഡലത്തിലെ 191ാം സൂക്തമാണ്. അതാണ് അവസാനത്തെ സൂക്തം. 4 മന്ത്രങ്ങളേ ഉള്ളൂ. അതിൽ ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്നത് അഗ്നിയെക്കുറിച്ചുള്ളതാണ്. അതും അതുപോലെ സംസിദ്ജുസേ എന്നും പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോൾ അതൊരു ചെറിയ മന്ത്രമാണ്. ബാക്കിയുള്ളതെന്ന് പറയുന്നത് സംജ്ഞാനം എന്ന ദേവതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ്. ഈ ഭാഗം ഒരു 3 ഉള്ളത്. ആദ്യത്തത് അഗ്നിക്കുള്ളതാണ്, ബാക്കി 3 ഉള്ളത്. അവസാനത്തെന്ന് പറഞ്ഞാൽ 3 ഈ സംജ്ഞാനം എന്ന ദേവതയ്ക്കുള്ളതാണ്. അത് നിങ്ങൾ ചിലരെങ്കിലും യോഗ ക്ലാസ്സുകളിൽ പോകുന്നവർ ചിലപ്പം കേട്ടിട്ടുണ്ടാകും. അവിടെ ചൊല്ലുന്നുണ്ട് സംഗച്ഛധ്വം സംവദധ്വം സംഭോ മനാംസി ജാനതാം ദേവഭാഗം യഥാപൂർവേ സംജാനാന ഉപാസതേ. ഇതുപോലെ 2 മന്ത്രങ്ങളിലൂടെ ഉണ്ട്. സംഗച്ഛത്വം, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകൂ. സംവദത്വം, ഒരുമിച്ച് സംസാരിക്കും, ഒരേ കാര്യം നിങ്ങൾ അതായത് നിങ്ങളുടെ ലക്ഷ്യമെല്ലാം ഒന്നായിരിക്കട്ടെ. അതാണ്, നിങ്ങൾ ഒന്നായിരിക്കണം. ദേവന്മാർ പണ്ട് ഈ യജ്ഞ ഭാഗം സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ ഒരുമിച്ച് നിന്നതുപോലെ നിങ്ങൾ ഈ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുക, ലക്ഷ്യം നേടാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുക. ഇതാണ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേപോലെ ഒരുമിച്ച് നിൽക്കുന്നതിനെ പറ്റിയാണ്, ഒരുമയെക്കുറിച്ചാണ്, ഐക്യത്തെക്കുറിച്ചാണ് അതിനകത്ത് ആഹ്വാനം നടത്തുന്നത്. അതോടുകൂടി ഈ ഋഗ്വേദം അവസാനിക്കുകയാണ്. അപ്പം 10548ാമത്തെ മന്ത്രം അതിലാണ് ഉള്ളത്, ഈ സൂക്തത്തിലാണ് ഉള്ളത്. 1028ാമത്തെ സൂക്തമാണിത്. 10ാം മണ്ഡലത്തിലെ 191ാം സൂക്തം. ഇതാണ് ഒരു ഋഗ്വേദത്തിൻ്റെ ഒരു പൊതുവായ ഘടന. ഇതാണ്, അത് നമ്മൾ മനസ്സിലാക്കി. ഇനി കൂടുതൽ പഠിക്കേണ്ടവർക്ക് ഋഗ്വേദത്തിലെ പല സൂക്തങ്ങളും പഠിക്കാം. ഋഗ്വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സൂക്തങ്ങളുണ്ട്. ഇതിൽ ഈ പുകഴ്ത്തലല്ല, സ്തുതി അല്ലാത്ത 2 പ്രധാനപ്പെട്ടുണ്ട്. അതിലൊന്നാണ് ഈ പുരുഷ സൂക്തം, നാസദീയ സൂക്തം. വേറൊരെണ്ണം ഉള്ളത് പുരുഷ സൂക്തം, ഒന്ന് നാസദീയ സൂക്തം. പുരുഷ സൂക്തത്തിലാണ് ഈ 4 വർണ്ണങ്ങളെക്കുറിച്ച് പറയുന്നത്. 4 വർണ്ണങ്ങൾ, അതായത് പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ, അത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏതെല്ലാം ഭാഗങ്ങളായിട്ട് അവൻ്റെ ശരീരം എന്തൊക്കെയായിട്ടാണ് സങ്കല്പിച്ചത് എന്ന് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അവൻ്റെ ബ്രാഹ്മണനായിട്ടും നെഞ്ച് ക്ഷത്രിയനായിട്ടും തുടകൾ വൈശ്യനായിട്ടും പാദം ശൂദ്രനായിട്ടുമാണ് കൽപ്പിക്കപ്പെട്ടത്. അതാണ് അതിനകത്ത് പറയുന്ന ഉത്തരം. അത് പുരുഷ സൂക്തത്തിലെ 12ാമത്തെ മന്ത്രമാണ്. അതുപോലെ നാസദീയ സൂക്തം, അത് വളരെ തത്വം നിറഞ്ഞ ഒരെണ്ണമാണ്. വളരെ ശാസ്ത്രീയമായിട്ട് ഈ പ്രപഞ്ച ഉൽപ്പത്തിയെ അവതരിപ്പിക്കും. ആദ്യം എങ്ങനെയാണ് പ്രപഞ്ചം ഇരുന്നതെന്നും അത് എങ്ങനെയാണ് വികസിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യ രൂപങ്ങളുണ്ടായതെന്നും എങ്ങനെയാണ് ഈ പ്രപഞ്ചം
എന്താണ് അൺഫോൾഡ് ചെയ്തെന്നും ഒക്കെ വിവരിക്കുന്നവരെന്നാണ് വളരെ ചിന്തിക്കേണ്ടത്. ചിന്ത ഉദ്ദീപകമായിട്ടുള്ള ഒരു പ്രശസ്തമായ സൂക്തമാണ് നാസദീയ സൂക്തം. അത് ഒക്കെ ഇത് താല്പര്യമുള്ള അതൊക്കെ വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. താല്പര്യമുള്ളവർക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് കണ്ടെത്താം. നന്ദി, നമസ്കാരം.